ചേലക്കരയിലാണ് യഥാർത്ഥ രാഷ്ട്രീയ പോരാട്ടമെന്നാണ് പ്രചാരണത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും യു.ഡി.എഫ് നേതാക്കൾ പറഞ്ഞിരുന്നത്. ചേലക്കരയിൽ എൽ.ഡി.എഫ് നേടിയ വൻ വിജയം യു.ഡി.എഫിനെ വല്ലാതെ നിരാശരാക്കുന്നു. അതേസമയം വിജയം എൽ.ഡി.എഫിന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. സുനിൽ അരിമാനൂർ ചേരുന്നു. സുനിൽ, എൽ.ഡി.എഫിനെ സംബന്ധിച്ച് അഭിമാനകരമായ ഒരു വിജയം ചേലക്കരയിൽ നേടിയെടുക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ 6 മാസം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസ് വാങ്ങിയ വോട്ടിൽ നിന്ന് 2600-ലധികം വോട്ട് കുറവാണ് ഇത്തവണ അവർ അവിടെ നേടിയത്. ഭരണവിരുദ്ധ വികാരമെന്ന് പറഞ്ഞുവെങ്കിലും ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരവും ഇല്ല എന്ന് ചേലക്കരയിലെ ജനങ്ങൾ തെളിയിക്കുന്നു. സുനിൽ. തീർച്ചയായും ഷമി, പ്രതിപക്ഷം പ്രചരിപ്പിച്ചതുപോലെ തെറ്റായ പ്രചരണങ്ങൾ മണ്ഡലത്തിലുടനീളം അഴിച്ചുവിട്ടുകൊണ്ടാണ് യു.ഡി.എഫും ബി.ജെ.പിയും ഈ ചേലക്കരയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തിയത്. അതിലൊന്ന്, സർക്കാർ വിരുദ്ധ ഒരു തിരിച്ചടി എൽ.ഡി.എഫിന് ഉണ്ടാകും, എൽ.ഡി.എഫ് സ്ഥാനാർത്ഥിക്ക് ഉണ്ടാകും, അതിൻ്റെ ഒരു പ്രതിഫലനം നടക്കുമെന്നാണ് യു.ഡി.എഫ് പാളയം വളരെ വ്യക്തമായി തന്നെ പ്രചരണം നടത്തിയിരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രചരണം കെ രാധാകൃഷ്ണൻ എം.പിയുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. കെ രാധാകൃഷ്ണൻ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ നിൽക്കുന്നില്ല എന്നുള്ള തെറ്റായ പ്രചരണം നടത്തി. ഇതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് യഥാർത്ഥ രാഷ്ട്രീയം ചർച്ച ചെയ്തുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചേലക്കരയിൽ വീണ്ടും ഈ ചരിത്ര വിജയത്തിലേക്ക് നടന്നു കയറിയിരിക്കുന്നത്. ജനങ്ങൾക്കിടയിലേക്ക് കൃത്യമായ സംവദിച്ചുകൊണ്ട് കൃത്യമായ കാര്യങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവന്ന് വോട്ടർമാർക്കിടയിലേക്ക് കൊണ്ടുവന്ന് തന്നെയാണ് യു.ആർ. പ്രദീപ് ഈ തെരഞ്ഞെടുപ്പ് വിജയം സ്വന്തമാക്കിയിരിക്കുന്നത്. 12,201 വോട്ടുകൾ നേടുമ്പോൾ തന്നെ അതിനകത്ത് ജനങ്ങൾ ആദ്യമേ തന്നെ ഈ സ്ഥാനാർത്ഥി യു.ആർ. പ്രദീപിനെ നെഞ്ചിലേറ്റി ജനകീയനായ ഒരു സ്ഥാനാർത്ഥിയെ തങ്ങൾക്ക് കിട്ടിയതിലുള്ള അഭിമാനത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ് ചേലക്കരയിൽ നടന്നത്. അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇന്ന് നമ്മൾ ഈ കണ്ട വിജയമെന്ന് പറയുന്നത്. എൽ.ഡി.എഫിനെ വീണ്ടും ചേലക്കര നിവാസികൾ നെഞ്ചോട് ചേർത്ത് നിർത്തിയിരിക്കുന്നു എന്നുള്ളത്. യു.ഡി.എഫ് അവസാന ഘട്ടത്തിൽ പോലും നേരിയ ഭൂരിപക്ഷത്തിൽ രമ്യ ഹരിദാസ് വിജയിക്കുമെന്നുള്ള പ്രചരണങ്ങൾ അവസാന ഘട്ടത്തിൽ അഴിച്ചുവിട്ടിരുന്നു. ഇന്ന് രാവിലെയും രമ്യ പ്രതികരിക്കുമ്പോഴും അത്തരത്തിലുള്ള ഒരു ശുഭാപ്തി വിശ്വാസം തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കൃത്യമായ രാഷ്ട്രീയ പ്രവർത്തനം, രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട്, വികസനം പറഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. വിവാദങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ ചെവി കൊടുക്കാതെ, ആക്ഷേപങ്ങൾക്കോ അല്ലെങ്കിൽ തെറ്റായ പ്രചരണങ്ങൾക്കോ ചെവി കൊടുക്കാതെ കൃത്യമായ വികസനം ജനങ്ങൾക്ക് മുന്നിൽ ചേലക്കരയിൽ എന്ത് സംഭവിച്ചു, സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തുടനീളം ചെയ്തിട്ടുള്ള വികസനങ്ങൾ എന്തൊക്കെയൊന്ന് അക്കമിട്ട് മുഖ്യമന്ത്രി വരെ ചേലക്കര നിയോജക മണ്ഡലത്തിൽ 6 തെരഞ്ഞെടുപ്പ് പൊതുപരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് ജനങ്ങളോട് നേരിട്ട് സംവദിക്കുന്ന കാഴ്ചയാണ് ചേലക്കരയിൽ കണ്ടത്. അതൊക്കെ കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലായി, ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അതിൻ്റെ ഒരു തിരിച്ചടിയായി തന്നെയാണ് യു.ഡി.എഫിന് ഈ പരാജയം നേരിടേണ്ടി വന്നത്. കൃത്യമായി ജനങ്ങൾ സത്യസന്ധമായ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വികസനത്തിന് ഓടൊപ്പമാണ് ജനങ്ങൾ, അല്ലെങ്കിൽ വിവാദങ്ങൾക്ക് ഒപ്പം ജനങ്ങൾ നിൽക്കില്ല എന്ന് ഒരിക്കൽ കൂടി ചേലക്കരയിലെ വോട്ടർമാർ ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നത് തന്നെയാണ് യു.ആർ. പ്രദീപിന് ലഭിച്ചിരിക്കുന്ന ഈ വിജയമെന്ന് പറയുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നേതാക്കളെ അടക്കം, മന്ത്രിമാരെ അടക്കം താഴെത്തട്ടിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ഓരോ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ നടത്തുന്ന പ്രവർത്തനം, വൈകുന്നേരങ്ങളിൽ കൃത്യമായ അവലോകനം നടത്തി അടുത്ത ദിവസത്തേക്കുള്ള പ്രവർത്തനങ്ങൾ, അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് ഈ ചേലക്കരയിൽ നടത്തിയതും. ചേലക്കരയിൽ അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷത്തിന് നല്ല രീതിയിലുള്ള വിജയം സമ്മാനിക്കാൻ ആയതും ആ വിജയം നേടിയെടുക്കാൻ ഇടതുപക്ഷത്തിനായതും. യു.ആർ. പ്രദീപ് വീണ്ടും നിയമസഭയിലേക്ക് ചേലക്കരയിൽ നിന്ന് 2ാം തവണയും യു.ആർ. പ്രദീപ് നിയമസഭയിലേക്ക് വരാൻ പോകുന്നത്. ഷമ്മി.